എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അപർണികനെ ഗോവിന്ദ് വിളിപ്പിക്കുകയാണ് തന്റെ ക്യാബിനിലേക്ക്. വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് അപർണികനെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അപർണിക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അപർണയ്ക്ക് ഒരു പ്രോജക്റ്റ് നൽകുകയാണ്. അപർണികയാണ് ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്ന സമയമാണ്. കിഷോർ മരിച്ചിട്ട് ഇത്ര ദിവസമേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള ചിന്തകളും അല്ലാതെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയൊക്കെ അപർണയ്ക്ക് ഉണ്ടാകുന്നുള്ള കാര്യം ഗോവിന്ദൻ നന്നായിട്ട് അറിയായിരുന്നു. അപർണയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ അപർണയുടെ ജീവിതം തിരിച്ചു പിടിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഗോവിന്ദ് മെനക്കിടുന്നത്. തന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നു, തന്റെ അച്ഛൻ്റെയും കൂടെ ഒരു ഫ്രണ്ടായിരുന്നു ഈ പറയുന്ന റഘുറാമങ്കിള്. അപ്പൊ അങ്കിളിന് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് കരകയറ്റേണ്ട തന്റെയും കൂടി ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദന് സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗോവിന്ദ് വിളിച്ചിട്ട് അപർണയോട് ആ കാര്യങ്ങൾ, ആ പ്രോജക്റ്റ് ഏൽപ്പിക്കുകയാണ്. പിന്നീട് അപർണ പറഞ്ഞു, ഇതെനിക്ക് എന്നെ കൂടി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഗോവിന്ദ് പറഞ്ഞു, അപർണയ്ക്ക് ചെയ്യാൻ പറ്റും, അപർണയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. അതെ, നന്ദി ഒന്നും പറയണ്ട, ഈ പ്രോജക്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അതെ, കിഷോർ നഷ്ടപ്പെടുത്തിയ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് തിരികെ പിടിക്കാനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് വിചാരിച്ചാൽ സാധിക്കുമെന്ന് പറയാണ്. രഘുറാമങ്ങളുടെ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുത്ത് കൊടുക്കണം, അത് അപർണയെ കൊണ്ട് പറ്റുള്ളൂ പറയണം. അപർണയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാണോ സന്തോഷമാണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപർണയുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, എന്തിനാ കണ്ണ് അറിയുന്നേ? ദേ, എന്റെ അനിയത്തി തന്നെയാ നീയും, എനിക്ക് പ്രിയമോളെ പോലെ തന്നെ ഞാനിപ്പോ നിന്നെ കാണുന്നതെന്ന് പറയാണ്. അതുകൊണ്ട് നിന്റെ കണ്ണൊരിക്കലും നിറയാൻ പാടില്ലെന്ന് പറയാണ്. കാരണം കിഷോർ കാണാൻ നീ ഒത്തിരി വേദനിച്ചിട്ടുണ്ടെന്നറിയാം, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നഷ്ടപ്പെട്ടൊരവസ്ഥയിലാ. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത്, ഒന്നേ തൊട്ട് തുടങ്ങണം, ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയെ ഉപദേശിക്കുകയാണ്. അപർണയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. തന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും തന്റെ ജീവിതത്തിൽ. തനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പം തന്റെ കൂടെ നിൽക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ. സന്തോഷിക്കുമ്പോഴല്ല, സങ്കടത്തിൽ പങ്കുചേരുന്നവരാണ് ശരിക്കുമുള്ള ഫ്രണ്ട്സ് എന്ന് അപർണയെ ആ സമയത്ത് തിരിച്ചറിയുമായിരുന്നു. ഈ സമയം ഗീതു നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. കാരണം വിജയലക്ഷ്മിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ചെന്നിട്ട് വിജയലക്ഷ്മിക്ക് എന്തോ കാര്യം പറയാനുണ്ടായിരുന്നു, വന്നു കഴിഞ്ഞപ്പോൾ അത് പറയാനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക. ആ സമയം രഞ്ജു ധ്യാനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗീതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഓടി ഇറങ്ങിയത്. ആ മോള് വരാൻ പറയണം. അല്ല, രഞ്ജു ഒക്കെ എന്തെന്ന് ചോദിക്കാം. രഞ്ജു ഒന്നും ഇല്ല, രഞ്ജു ധ്യാനം കൂടെ പുറത്തു പോയേക്കുമെന്ന് പറയണം. എന്തായാലും അത് നല്ല കാര്യമായി പോയി, ആ സമയത്ത് തന്നെ മോള് വന്നേന്ന് പറയണം. അല്ല, എന്തമ്മ എന്താ കാര്യം? കഴിഞ്ഞ ദിവസം അമ്മ വന്നിട്ട് എന്തോ പറയാനായിട്ട് വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല, അതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു ഞാനെന്ന് പറയണം. അത് മോളെ, ഞാൻ വന്ന മറ്റൊന്നും പറയാൻ വേണ്ടല്ല, രഞ്ജുവിനെ കുറിച്ച് പറയാൻ വന്നാന്ന് പറയണം. അല്ല, രഞ്ജുവിനെ കുറിച്ചോ? അതെന്താ പറയാനുള്ളത്? അത് പിന്നെ ഉണ്ടല്ലോ, അവൾക്ക് ഒരു കുഞ്ഞു വേണമെന്നുള്ള ഒരേ നിർബന്ധത്തിൽ അവളെന്ന് പറയണേ. കുഞ്ഞു വേണമെന്നുള്ളേ? അത് മോളെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാ. അവൾ ഡോക്ടറെ കാണിക്കാനോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ സ്വഭാവം അറിയാലോ, വേണ്ടെന്ന് പറയാൻ നമ്മൾ വാശി പിടിക്കുന്ന കാര്യമാണിക്കും അവളത് നേടിയെടുക്കാൻ നിർബന്ധം പിടിക്കുള്ളൂ. ഞാൻ ധ്യാനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും നിന്നെ ഓവർടേക്കുള്ള പരിപാടിയാന്ന് തോന്നേ. ഉടനെ എന്നൊരു കുഞ്ഞ് വേണമെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സാന്ദ്രനെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ അവള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവന ആപത്താ, അവളെ പിന്നെ ഒരിക്കലും നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല. അതൊക്കെ ഓർത്തിട്ട് എന്റെ സമാധാനം പോയിക്കൊണ്ടിരിക്കുക. അത് പറയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം വന്നേന്ന് പറയാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അമ്മ ഇതാക്കിയാന്ന്. ഇത് മാത്രമല്ല, അവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ, ആകെപ്പാടെ വല്ലാത്ത പെട്ടൊരവസ്ഥയിൽ നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ. സാരമില്ല മോളെ, എന്റെ ടെൻഷൻ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയാം. ഇതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവത്തിന്റെ ഇതാന്ന് ഒക്കെ ഉള്ളു. ധ്യാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലെന്ന് നിൽക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇവള് എന്താ, ഇവൾക്ക് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അവൾ അതൊന്നും കഴിക്കുന്നില്ല. അതല്ല ഇവിടെ കൂട്ടി വെച്ചേക്കുമെന്ന് പറയണം. സാരില്ല, ഞാൻ രഞ്ജുവിനോട് ഒന്ന് സംസാരിക്കാന്ന് പറയണം. അതെ, ഇപ്പൊ വേണ്ട, ഇവിടെ വെച്ചിനി മോള് സംസാരിക്കൊന്നും വേണ്ട, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാന്ന് അവള് കരുതുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ വേണ്ടാന്ന് പറയണം. പിന്നെ കുറച്ച് സമയം കൂടെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് രാധികനെ കുറിച്ചും ഗോവിന്ദനെ കുറിച്ചും ഒക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗീത പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഗോവിന്ദന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ചമ്പലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആളെ പതുക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തോണ്ട് വരുവാന്ന് പറയണം. സാരമില്ല, അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയണം. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, സത്യം പറമേ, ഞങ്ങൾ ആരും അറിയത്തില്ലാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അമ്മയ്ക്കില്ലേ, അമ്മ ഇതെല്ലാം മൂടി വെച്ചിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ വിജയലക്ഷ്മി ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല.
പിന്നീട് പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ അത് പിന്നെ ഞാൻ കാര്യം പറയാമേ. എന്താ അമ്മേ കാര്യം? അത് സമയമാകുമ്പോൾ മോളെല്ലാം അറിഞ്ഞോളൂ എന്ന് പറയണ. സമയമാകുമ്പോഴാ എന്താ അങ്ങനെ പറഞ്ഞേ? അതെനിക്ക് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ കൃത്യസമയത്ത് മോള് ചോദിക്കാതെ തന്നെ മോള് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് പറയണം. ഇപ്പൊ എനിക്ക് അതൊന്നും പറയാനായിട്ട് നിവൃത്തിയില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, അത്രയ്ക്ക് വലിയ രഹസ്യമാണെന്ന് ചോദിക്കും. അതെ, അത് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. നീ ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഗോവിന്ദന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കണം. അറിയാലോ, അവനൊരു പാവാണ്. രാധിക അവനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും നീ ഉണ്ടെന്നൊരു ബലമാണ് എനിക്കുള്ളതെന്നൊക്കെ പറയണം. അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഒന്ന് വെറുതെ ചിരിക്കുക മാത്രം ചെയ്യണം. പിന്നീട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഗീതു അവിടുന്ന് പോരുന്നത്. പിന്നീട് നേരെ വരുന്നത് ഗോവിന്ദന്റെ അരിയിലേക്കാണ്. ഗോവിന്ദനെ കാണാൻ വരുവാണ്. ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞാലും ഗോവിന്ദ് ചോദിച്ചല്ല, നീ ഇത് എവിടെ പോയിരുന്നു ചോദിക്കണം. അല്ല, ഞാൻ പുറത്തു വരെ പോയായിരുന്നു പറയണം. പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, അതെ ഞാൻ അവർണീനെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അത് നല്ല കാര്യമാണ് പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത്. അവളെല്ലാം ചെയ്യട്ടെ, അവളുടെ മനസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് പറയണം. അത് ശരിയാ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൾക്ക് നല്ലൊരു മാറ്റം ആവശ്യമെന്ന് പറയണം. അല്ല, നീ രഞ്ജുവിനെ വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നു നിൽക്കും. രഞ്ജുവിനെ വിളിച്ചില്ല, പക്ഷേ എങ്കിൽ വേറെ കാര്യമുണ്ടെന്ന് പറയാം. എന്ത്? അവള് ഏട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുവാന്ന് പറയാം. എന്നെ തോൽപ്പിക്കണം? അതെ. അല്ല, പ്രിയമോൾ ആദ്യം തോൽപ്പിച്ചല്ലോ, ഇനിയിപ്പൊ അവള് തോൽപ്പിക്കാൻ വേണ്ടാന്ന് പറയാം. എന്നാ കുഴപ്പമില്ല, പ്രിയമോള് തോൽപ്പിച്ച എന്നെയല്ലേ തോൽപ്പിച്ച, കുഴപ്പമില്ല, ഇനി അവളും തോൽപ്പിച്ചോട്ടെ, എനിക്ക് ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഏട്ടനെ കടത്തി വിട്ടാനെ അനിയത്തി ഇരിക്കുന്ന പറയണം. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ അനിയത്തിയല്ലേ, എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ എന്ത് കാര്യത്തിനാണെങ്കിലും ചോദിക്ക്, എന്ത് കാര്യത്തിനാ തോൽപ്പിക്കുന്നേ? അല്ല, നമ്മളെ കടത്തി വിട്ടിട്ട് പ്രിയമോൾക്കൊരു കുഞ്ഞുണ്ടായില്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം? അതുപോലെ തന്നെ നമ്മളെ കടത്തി വിട്ടാനുള്ള ശ്രമത്തിലാ രഞ്ജു എന്ന് പറയണേ. എന്ന് പറഞ്ഞാല് അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണമെന്ന്. ഇത് കേട്ടതും ഗോവിന്ദ്, ഓ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരം എടുത്ത് തള്ളിക്കളയണം. പെട്ടെന്നാണ് ഓർത്ത്, കുഞ്ഞോ? എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഗീത നീ പറയണെന്ന് ചോദിക്കും. അതെ, എന്നോട് അമ്മ എന്ന് പറഞ്ഞ് പിന്നീട് ആ കാര്യങ്ങളെല്ലാം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഗോവിന്ദ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല, ഇതാ നിന്നോട് ഞാൻ പറഞ്ഞേ ആ ധ്യാനം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മൂടിപ്പഞ്ഞോണ്ട് നടക്കണേ? എന്നാണെങ്കിൽ ധ്യാനം ഇങ്ങോട്ട് വന്നല്ലേ മതിയാവുള്ളൂ. വരാതിരിക്കാൻ പറ്റുമല്ലോ. എത്ര കാലമായി രഞ്ജുവിനെ പറ്റിക്കുന്നത്? ഇല്ലെങ്കിൽ രഞ്ജു എങ്ങനെയാണെന്ന് കണ്ടെത്തി പോവുക തന്നെ ചെയ്യും. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേങ്കിൽ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് നീ അവളോട് സംസാരിച്ചില്ലെന്ന് ചോദിക്കും. അതെങ്ങനെയാ? അവിടെ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അവളവിടെ ഇല്ലായിരുന്നു പറയാണ്. കുഴപ്പമില്ല, ഞാൻ അവളെ കണ്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറയണം. ഗോവിന്ദ് പറഞ്ഞ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അവളുടെ ജീവന് ഒരു ആപത്തും വരാൻ പാടില്ലെന്നൊക്കെ പറയാണ്. ശരിയെന്ന് പറയാണ്. പിന്നീട് ഗീത പറഞ്ഞതേ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം. എവിടെ? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗീത കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. അങ്ങനെ ഗീത ഇറങ്ങി. അപ്പൊ ഗീത അജാസ് വരുന്നുണ്ട്. അജാസാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ കുറെ ദൂരം ചെന്ന് ഇപ്പത്തേനും ഗീത ഇവിടെ നിർത്താൻ പറയാണ്. അങ്ങനെ അവിടെ കാർ നിർത്തി. പിന്നീട് ഗീത ഇറങ്ങിയിട്ട് അജാസിനെ വിളിക്കുകയാണ്. അജാസിക്കും കൂടെ ഇറങ്ങി വരാൻ പറയണേ. എന്താ എന്താ പെങ്ങളെ കാര്യം ചോദിക്കാം. അല്ല, അജാസിക്കയുടെ ഒരു ഇൻഹേലർ നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നു ചോദിക്കും. നേരത്തെ അത് കിട്ടിയോന്ന് ചോദിക്കും. ഓ, അത് കിട്ടിയില്ല പെങ്ങളെ, ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയെന്ന് പറയണം. അപ്പൊ തന്നെ ഗീത എന്ത് ചെയ്യണേ, തന്നെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചാൽ ഇൻഹേലർ അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതാണോ ഇക്കട കാണാതെ പോയ ഇൻഹേലർന്ന് ചോദിക്കണം. ഒരു നിമിഷം അജാസ് ഞെട്ടിപ്പോണ്. അല്ല, പെങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇത് കിട്ടിയത് എവിടുന്നാണോ? കിഷോറിന്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ ആ തലച്ചോട്ടിന്ന് അവിടെ നിന്നായിട്ട് എനിക്കിത് കിട്ടിയെന്ന് പറയാണ്. ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ അജാസ് ഇങ്ങനെ നിൽക്കുക. സത്യം പറ ജാസിക്ക, എന്താ സംഭവിച്ചത്? ഇക്കടെ ഇൻഹേലർ എങ്ങനെയാ അവിടെ വന്നേന്ന് ചോദിക്കുകയാണ്. ഇക്ക അവിടെ പോവാതെ അതങ്ങനെ അവിടെ വരത്തില്ലോ, എങ്ങനെയാ വന്നേന്ന് ചോദിക്കുക. ഈ സമയം അജാസ് ഒന്ന് പതറി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് അജാസ് പറഞ്ഞു, അതൊരു പക്ഷേ അന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വീണതായിരിക്കും എന്ന് പറയാണ്. അന്ന് ഞാനും വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് കിഷോറിന്റെ ബോഡി ചിലപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിരിക്കും എന്ന് പറയാം. സത്യം പറയിക്കാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ അജാസ് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.